മോദിയെ വീഴ്ത്തണമെങ്കിൽ ആദ്യം അമിത്ഷായെ വീഴ്ത്തണം. ബി.ജെ.പിയുടെ എല്ലാ തന്ത്രങ്ങൾക്കും 2014 തെരഞ്ഞെടുപ്പ് തുടങ്ങി അവിടെ നിന്നിങ്ങോട്ടുണ്ടായ സംസ്ഥാനങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും നേതൃത്വം കൊടുത്തതും അതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതും അമിത്ഷാ എന്ന വ്യക്തിയാണ്. നമ്മൾ അദ്ദേഹത്തെ ചാണക്യൻ എന്നൊന്നും വിളിക്കുന്നില്ല, എന്നാൽ പോലും അദ്ദേഹം ഒരു തന്ത്രജ്ഞനാണ്. രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങൾ തീർച്ചയായിട്ടും വേണമല്ലോ. വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ പിടിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ സർക്കാരുകളിൽ അധികാരം നേടുന്നതിലൊക്കെ തന്നെ അദ്ദേഹം ഒരുപാട് ഗെയിം പ്ലാനുകൾ നടത്തി. അതൊക്കെ തന്നെ സമ്പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു. അപ്പം അമിത്ഷായെ എങ്ങനെ വീഴ്ത്താം, അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കൂട്ടരും ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധിയെ അഭിമുഖീകരിക്കാൻ അമിത്ഷായ്ക്ക് ഭയമാണ് അല്ലെങ്കിൽ വിഷമമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അതായത് അമിത്ഷായെ ലക്ഷ്യം വെക്കുന്നു. ആദ്യം ധർമ്മേന്ദ്ര പ്രധാനെ ലക്ഷ്യം വെച്ചു, അദ്ദേഹം രാജിവെച്ചു. ഇനി അമിത്ഷായെ വീഴ്ത്തുന്നതിലൂടെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ വെറും ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അപ്പം അമിത്ഷായെ വീഴ്ത്തുന്നതിലൂടെ നരേന്ദ്രമോദിയെ വീഴ്ത്താം, നരേന്ദ്രമോദിക്കെതിരെ തിരിയാം, നരേന്ദ്രമോദിക്കെതിരെ ജനങ്ങളെ ഇളക്കി വിടാം എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നടക്കണം എന്നില്ല. ഇന്ത്യയിലെ ബി.ജെ.പി ഗവൺമെന്റിന്റെ NDA ഗവൺമെന്റിന്റെ എല്ലാവിധ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കിയ വളരെ സുപ്രധാനമായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും അമിത്ഷാ തന്നെയാണ്. മോദി അത് നടപ്പിലാക്കി എന്നേ ഉള്ളൂ. പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അമിത്ഷാ എന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് സത്യം. 2014 മുമ്പ് അതിർത്തികളിലും രാജ്യത്തിനകത്തും എപ്പോൾ വേണമെങ്കിലും ബോംബുകൾ പൊട്ടുമായിരുന്നു. അതുപോലെ മോദി ഭരണം ഏറ്റെടുത്തപ്പോൾ രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലായി 161 ജില്ലകൾ നക്സൽ ബാധിതമായിരുന്നു. ഇതൊക്കെ തന്നെ റെഡിയാക്കി കൈക്കൊടുത്തു. നൂറുകണക്കിന് ജവാന്മാരായിരുന്നു ഇവിടങ്ങളിൽ വർഷം തോറും കൊല്ലപ്പെട്ടിരുന്നത്. ഇവർക്ക് പണവും ആയുധങ്ങളും നൽകിയിരുന്നത് മതം മാറ്റ മാഫിയകളുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് NRC ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത്, മുത്തലാഖ് നിർത്തലാക്കിയത്, അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ, വഖഫ് നിയമ പ്രശ്നങ്ങൾ, നക്സൽ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ തന്നെ അവസാനിപ്പിച്ചതൊക്കെ തന്നെ അമിത്ഷായുടെ ബുദ്ധിയിൽ ഉണർന്ന തന്ത്രങ്ങളാണ്, അല്ലെങ്കിൽ ബുദ്ധിയിൽ ഉണർന്ന കാര്യങ്ങളാണ്. അത് രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അമിത്ഷായെ വീഴ്ത്തിയാൽ മോദിയെ വീഴ്ത്താം എന്നുള്ള ഒരു സ്വപ്നമാണ് രാഹുൽ ഗാന്ധി കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അടുത്തെങ്ങാനും നടക്കുമോ എന്നുള്ളതല്ല. ഇനിയിപ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചേക്കാം. അത് രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അമിത്ഷായെ വീഴ്ത്താനൊന്നും രാഹുൽ ഗാന്ധി വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം, ഒരു സത്യം. രാഹുൽ ഗാന്ധി മുറ്റത്ത് കാണുമ്പോൾ അമിത്ഷാ മാനത്ത് കാണുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ CJP സമരം അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശക്തമായ പ്രതികരണം അമിത്ഷാ നടത്തിയോ? അമിത്ഷാ പാർലമെന്റിൽ പ്രതികരിക്കണം. ഇപ്പോൾ രാജ്യസഭയിലും ഒക്കെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അമിത്ഷാ പാർലമെന്റിൽ പ്രതികരിക്കണം, എന്താണ് വരാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ചില പ്ലാനുകളുണ്ട്, അത് അദ്ദേഹം നടപ്പിലാക്കിക്കൊള്ളും. ഒരു പ്രശ്നത്തെ, ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. CA/NRC വിരുദ്ധ കലാപം, അതിനുശേഷമുണ്ടായ ഡൽഹി കലാപം, ഇതൊക്കെ തന്നെ നമ്മൾ പലവരു കണ്ടതാണ്. ഉത്തർപ്രദേശിൽ ഉണ്ടായ കലാപം, ഇതൊക്കെ പല രീതിയിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കൃത്യമായി അറിയാവുന്ന, കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് അമിത്ഷാ. അമിത്ഷായെ വീഴ്ത്തിയിട്ട് ഇത്തരത്തിൽ ഇനി അങ്ങ് ചിരിച്ചു കളിച്ച് മുമ്പോട്ട് പോകാം, മോദിയെ കയറി പിടിക്കാം, മോദിയെ കഴുത്തിന് പിടിച്ച് വലിച്ച് താഴിടാം എന്നൊക്കെ രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് വെറും മൂഢസ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ അതിന് തുല്യമായ കാര്യമാണ്.